നാരദനാണോ, സീക്രട്ട് ഏജന്റ് ആണോ, മറ്റേ കുത്തിത്തിരിപ്പ്? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്കൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആരാ? ഞാൻ അത്രയും കൊടും ഭീകരനാണോ? എനിക്കറിയാം. നമ്മുടെ സീക്രട്ട് ഏജന്റ് സായികൃഷ്ണനെ പറ്റി സത്യം പറഞ്ഞ കഷ്ടമാണ്. ഏറിയിൽ നിന്നിറങ്ങാൻ സമയമില്ലാത്ത അവസ്ഥയിലാണ് ഈ സീക്രട്ട് ഏജന്റിൻ്റെ അവസ്ഥ. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം ബിഗ് ബോസിൽ നിന്ന് വന്നതിന് ശേഷം അന്ന് തൊട്ട് ഏറിലായിരുന്നു. അതിനുശേഷം സായി ചെയ്യുന്ന വീഡിയോയുടെ താഴെയെല്ലാം പണ്ടൊക്കെ സായിയെ സപ്പോർട്ട് ചെയ്തുകൊണ്ട് കമൻറ്റുകളായിരുന്നു കൂടുതൽ കാണുന്നത്. പിന്നെ ഇടയ്ക്കിടയ്ക്ക് മാത്രമേ ഉള്ളൂ, ഇല്ല പുട്ടിന് പീരിയിടുന്ന പോലും മാത്രം ഇടയ്ക്കിടയ്ക്ക് ചില ബാഡ് കമൻറ്റുകളും കാണാറുണ്ട്. പക്ഷേ ഇപ്പം സായി പറയുന്നതെല്ലാം ഒരു പരിഹാസമായി കാണുന്ന ഒരു വലിയൊരു ആൾക്കൂട്ടം ഉണ്ട്. സായിയുടെ വീഡിയോയ്ക്ക് താഴെ സായിയെപ്പറ്റി എന്ത് വന്നാലും അത് പെട്ടെന്ന് വൈറലാകുകയും സായി ഏറിപ്പോവുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സമയം. അപ്പം ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ബിഗ് ബോസിലെ പ്രശ്നങ്ങൾ തന്നെ നമ്മൾ പലതവണ ചർച്ച ചെയ്തിട്ടുണ്ട്. സായിയെ സംബന്ധിച്ച് നമ്മൾ പ്രതീക്ഷിച്ചതുപോലെ അല്ല ബിഗ് ബോസ് സംഭവിച്ചത്. എല്ലാത്തിനും പ്രതികരിക്കുന്ന, എന്തിനും നേരിടാൻ തൻ്റെ ഇടമുള്ള ഒരു സായി കൃഷ്ണയായിരുന്നു, ഒരു സീക്രട്ട് ഏജന്റിനെയായിരുന്നു നമ്മൾ വീഡിയോയിലുടനീളം കണ്ടത്. പക്ഷേ അവിടെ ചെന്ന് കഴിഞ്ഞപ്പം ഒരു നനഞ്ഞ പടക്കം പോലെ സായി മാറിയപ്പം ആൾക്കാർക്ക് ഇവനെ പുറംപൂച്ച് കാണിച്ചതാണ് എന്നുള്ളൊരു തോന്നൽ ഉണ്ടായി. അതായത് സായി കൃഷ്ണൻ്റെ ഏറ്റവും വലിയ പ്രശ്നം. അപ്പം ഞാൻ അന്നും പറഞ്ഞിട്ടുണ്ട്, ഓരോ മനുഷ്യൻ്റെ സ്വഭാവം ഓരോ രീതിയിലാണ്. ചിലപ്പം ഞാൻ എന്നെ സംബന്ധിച്ച് വീഡിയോ ചെയ്യുന്ന പോലെ വളരെ സൈലൻ്റ് ആയിട്ടായിരിക്കും വീഡിയോ ചെയ്യുന്നത്. പക്ഷെ നേരിട്ട് ചിലപ്പം ഈ സൈലൻ്റ് എന്നിൽ കാണത്തില്ലായിരിക്കും. അങ്ങനെ പല ഇപ്പം നമ്മുടെ സാഹചര്യത്തിനനുസരിച്ച് ഓരോന്ന് മാറിക്കൊണ്ടിരിക്കും. മനുഷ്യനല്ലേ ബായ്. അപ്പോൾ ഓരോന്ന് മാറിക്കൊണ്ടിരിക്കും. ഇപ്പം ഞാൻ പറയാനുള്ള കാരണം, ഇപ്പം സായി വീണ്ടും ഏറിപ്പോയിരിക്കുകയാണ്. ബിഗ് ബോസ് കഴിഞ്ഞതിന് ശേഷം ഏറിൽ നിന്ന് തിരിച്ചു വന്നോ എന്ന് ചോദിച്ചാൽ ഇല്ല. ഓരോ സമയത്തും ഓരോ പ്രാവശ്യം ഏറിൽ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇതിനിടയിലാണ് വീണ്ടും ഏറിപ്പോകാനുള്ള സാഹചര്യം സമയമൊക്കെ സായിയായിട്ട് കണ്ടെത്തിയതാണോ അതോ സാഹചര്യമാണെന്ന് തോന്നുന്നു സായി ഏറിലേക്ക് എത്തി. ഇപ്പോഴത്തെ പ്രശ്നമെന്ന് പറഞ്ഞാൽ അർജുൻ്റെ വീടുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നം തന്നെയാണ്. ഒരിക്കൽ സായി ഈ വിവാഹത്തിനൊക്കെ തുടക്കം എന്നായിട്ട് എനിക്ക് തോന്നിയത്, ഈ കുടുംബം, അർജുൻ്റെ കുടുംബം എല്ലാം കൂടെ ഒരു പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്തു. അതിൻ്റെ തലേ ദിവസം സായി അവിടെ എത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ വീഡിയോ ഉണ്ട്. അവിടെ എത്തി അർജുൻ്റെ സഹോദരനുമായിട്ട് സംസാരിച്ചു. അവരുടെ ചില വിഷമങ്ങൾ സായിയായിട്ട് പങ്കുവച്ചു. അതിന് കഴിഞ്ഞ് പിറ്റേന്ന് വൈകിട്ടാണ് അവർ പ്രസ് മീറ്റ് അറേഞ്ച് ചെയ്ത് ഈ കാര്യങ്ങളൊക്കെ തുറന്നു പറയുന്നത്. അപ്പോൾ ആൾക്കാർ ആകപ്പാടെ ഇതിന് വരുന്ന താഴെ വന്നേക്കുന്ന കമൻറ്റുകളെല്ലാം, ഇതിനിടയിൽ മനാഫ് പറയുകയും ചെയ്തു, ഇതിനിടയിൽ ചിലർ കളിച്ചിട്ടുണ്ട്, അതൊക്കെ എനിക്കറിയാമെന്ന് പറഞ്ഞു. അപ്പോൾ അതിന് താഴെയും വന്നിരിക്കുന്നു, ഞങ്ങൾക്കറിയാം ഇതിൻ്റെ ഇടയ്ക്ക് കളിച്ച വ്യക്തി സീക്രട്ട് ഏജന്റ് സായി കൃഷ്ണയാണ് എന്നുള്ള കമൻറ്റുകൾ. സത്യം പറഞ്ഞാൽ എനിക്ക് കഷ്ടം തോന്നി. നമുക്ക് സീക്രട്ട് ഏജന്റ് അവിടെ എത്തിയ ആ വീഡിയോ ആണ് ആദ്യം വന്നത്. അതിന് ശേഷമാണ് പിറ്റേന്ന് പ്രസ് മീറ്റ് കൂടുന്നത്. നമുക്ക് അതിൻ്റെ വീഡിയോ ചെറുതായിട്ടൊന്ന് കാണാം. നമ്മളിവിടെ വന്ന റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മളിപ്പോൾ ഒരുപാട് വീഡിയോസ് കാണുന്നുണ്ട്. ഒരുപാട് എന്താ പറയുക, നമ്മുടെ സ്നേഹവും കാര്യങ്ങളൊക്കെ നമ്മൾ കമൻ്റായിട്ടും കാര്യങ്ങളായിട്ടും ഒക്കെ എല്ലാവരും അറിയിക്കുന്നുണ്ട്. ഇവിടെ വരാൻ പറ്റുന്നവർ ഒരുപാട് പേര് വന്നു പോകുന്നുണ്ട് അർജുൻ്റെ വീട്ടിൽ. പക്ഷെ ഇവിടെ വേറൊരു സിറ്റുവേഷനും കൂടിയുണ്ട്. അത് ആളുകൾ അറിയണം. കാരണം ഇവരനുഭവിക്കുന്ന ഒരു സൈബർ അറ്റാക്ക് എന്ന് തന്നെ പറയാം. അതിനൊരു കാരണമുണ്ട്. ആ കാരണം എന്താണെന്നും ഇവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ എന്താണെന്നുള്ളതൊക്കെ കൃത്യമായിട്ട് ജനങ്ങൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ടാണ് ഇന്നിപ്പോൾ ഞാനിവിടെ വന്നിട്ട് ബ്രദറിൻ്റെ കൂടെ വന്നിട്ട് ഈ ഒരു വീഡിയോ ചെയ്യുന്നത്. അപ്പോൾ നമുക്ക് ഈ വിഷയങ്ങൾ തുടങ്ങുന്നത് എപ്പോഴാണ്, എങ്ങനെയാണെന്നുള്ളതിനെക്കുറിച്ചും. ഞങ്ങൾക്ക് ആദ്യമായിട്ട് ഇങ്ങനെ ഒരു പ്രശ്നം വരുന്നത് ഈ ഒരു ഫസ്റ്റ് ചേട്ടനെ
കണ്ട് കിട്ടാത്ത സമയത്തുണ്ടായിരുന്നു ആദ്യഘട്ടം. ആ സമയത്ത് ഒരു ആർമീൻ്റെ ഓഡിയോ എഡിറ്റ് ചെയ്ത് കയറ്റിയ സമയത്തായിട്ട് ഞങ്ങൾക്ക് ആദ്യമായിട്ട് ബുദ്ധിമുട്ടുണ്ട്. പക്ഷേ ഞങ്ങൾ ആ സമയത്തൊന്നും അത് വില വെച്ചില്ല. കാരണം നമുക്കൊക്കെ ഒരു ആവശ്യമുള്ളൂ, എങ്ങനെ ഏട്ടനെ എവിടെ രക്ഷപ്പെടാനുള്ള രീതിയിൽ എത്തിക്കാന്നുള്ള ഒരൊറ്റ ആവശ്യം ഞങ്ങൾക്ക് ഉണ്ടായിരുന്നു. പക്ഷേ ആ ഘട്ടത്തിൽ ഞങ്ങളതൊക്കെ മറന്ന്, ഞങ്ങൾ സൈബർ അറ്റാക്കൊക്കെ മറന്ന് ജീവിച്ച് മുന്നോട്ട് പോയി. അപ്പോഴും അതിന് ശേഷം ഇത് കുറച്ച് നല്ല ദീർഘമായൊരു വീഡിയോ ആയിരുന്നു. അതിനകത്ത് സായിയെ വിളിച്ച പ്രകാരം സായി അവിടെ ചെന്ന് അവരുടെ മനോവിഷമങ്ങൾ ഇപ്പം നമ്മൾ പുറമേ നിന്ന് നോക്കി കാണുന്ന പോലെ അല്ലല്ലോ. പ്രത്യേകിച്ച് അവരുടെ കൂടപ്പിറപ്പ് നഷ്ടപ്പെട്ടു, ആ വീടിൻ്റെ ഒരു അത്താണിയാണ് അവർക്ക് നഷ്ടപ്പെട്ടത്. അപ്പം നഷ്ടപ്പെട്ട് കഴിയുമ്പോൾ അവർക്ക് വീട്ടുകാർക്കെല്ലാം മാനസികമായിട്ടുള്ള എല്ലാ മനുഷ്യൻ ഞാൻ പറഞ്ഞില്ലേ, വീട്ടുകാരെ സംബന്ധിച്ച് അതൊരു തീരെ നഷ്ടമാണ്. നമ്മളൊക്കെ കുറച്ചായി കഴിയുമ്പോൾ അങ്ങ് മറക്കും അല്ലേ. ഇപ്പം വയനാട്ടിൻ്റെ ദുരന്തം വന്നു, നമ്മൾ കുറച്ച് നാൾ അതിൻ്റെ കൂടെയൊക്കെ നിന്നു, പിന്നെ അത് മറക്കും. ഇപ്പം കഷ്ടത അനുഭവിക്കുന്ന അവിടെ നഷ്ടപ്പെട്ടവർക്ക് തന്നെയാണ് അതിൻ്റെ കഷ്ടതകൾ അനുഭവിക്കുന്നത്. അപ്പം നമ്മളൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ മറ്റൊരു പ്രശ്നം വന്നു കഴിയുമ്പോൾ അതിൻ്റെയൊക്കെ പോകും. ഇപ്പം അർജുൻ്റെ വീട്ടുകാരെ സംബന്ധിച്ച് അവർക്ക് എന്നും ഒരു നോവ് തന്നെയായിരിക്കും അർജുൻ്റെ വേർപാട് എന്ന് പറയുന്നത്. ബാക്കി എല്ലാവരും മറക്കും കുറച്ചാൾ കഴിയുമ്പോൾ അല്ലേ. അപ്പോൾ ആ കാര്യങ്ങളൊക്കെയാണ് സായി കൃഷ്ണയോട് തുറന്നു പറഞ്ഞതായിട്ടാണ് സായി കൃഷ്ണ പറയുന്നത്. പക്ഷേ എന്തോ സായിയുടെ നിർഭാഗ്യമെന്ന് പറയട്ടെ, പിറ്റേന്ന് വൈകുന്നേരം ആണ് ഇവർ പ്രസ് മീറ്റ് കൂട്ടിയത്. പ്രസ് മീറ്റ് കൂടിയപ്പം തന്നെ ആൾക്കാർ അന്നേരം തന്നെ അതിൻ്റെ താഴെ കമൻ്റ് ഇടാൻ തുടങ്ങി. ഇതിനെല്ലാം പിന്നിൽ പ്രവർത്തിച്ചത് സായി കൃഷ്ണയാണ്, സായി കൃഷ്ണ പറഞ്ഞിട്ടാണ്, അല്ലെങ്കിൽ ഫീക്കട്ടേന്ന് പറഞ്ഞിട്ടാണ് ഇവർ പ്രസ് മീറ്റ് വിളിച്ചു കൂട്ടിയത്, ഇവരെ ആകെപ്പാടെ കുഴപ്പത്തിൽ ആക്കിയത് സായി കൃഷ്ണയാണ് എന്നുള്ള കമൻറ്റുകൾ നിരവധി വന്നു. സായി കൃഷ്ണ ഏറിപ്പോവാൻ വേറെ കാര്യങ്ങളൊന്നുമില്ല. പ്രത്യേകിച്ച് നമ്മൾ നല്ലത് എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളെപ്പോൾ ആരെന്ത് മോശം പറഞ്ഞാലും, ജനങ്ങളുടെ മനസ്സിൽ നമുക്ക് നല്ലൊരു സ്ഥാനമുണ്ടെങ്കിൽ ആരെന്ത് മോശം പറഞ്ഞാലും അതൊന്നും ആൾക്കാരെ സംബന്ധിച്ച് മൈൻഡ് ചെയ്യത്തില്ല. പക്ഷെ നമുക്കൊരു ബാഡ് ഇമേജ് ഉള്ള സമയത്ത് നമ്മളെപ്പറ്റി തെറ്റ് പറഞ്ഞാലും ശരി പറഞ്ഞാലും എല്ലാം നമ്മളെ ഏതിലേക്ക് പോകും. അതാണ് നമ്മുടെ ഒരു അവസ്ഥ. ഇപ്പോൾ സായി ഫീക്കട്ടേൻ്റെ എനിക്ക് തോന്നുന്നു ബിഗ് ബോസിൽ പോകുന്നതിന് മുമ്പ് അദ്ദേഹം പറയുന്ന തെറ്റായ പ്രസ്താവനകൾ പോലും ആൾക്കാർ അംഗീകരിക്കുന്ന ഒരു സമയമുണ്ടായിരുന്നു. ഞാനത് പറഞ്ഞില്ലേ, അന്ന് അദ്ദേഹത്തിന് വരുന്ന കമൻറ്റുകളും മൊത്തം മിക്കവാറും പോസിറ്റീവ് തന്നെ ആയിരിക്കും, പിന്നെ നെഗറ്റീവും വരുന്നുണ്ടായിരുന്നു. പക്ഷേ ബിഗ് ബോസിൽ പോയിട്ട് വന്നതിന് ശേഷം അദ്ദേഹം എന്ത് നല്ല കാര്യം പറഞ്ഞാലും അതെല്ലാം നെഗറ്റീവ് സെൻസിലാണ് പലരും എടുക്കുന്നത്. അത് അദ്ദേഹത്തിൻ്റെ ഒരു എന്താ പറയുന്നത്, ഓരോ മനുഷ്യനും ഓരോ കഷ്ടകാലം വരുന്നില്ല, എനിക്ക് തോന്നുന്നു അത് തന്നെയാണ് തോന്നുന്നത്. ഇതിനെപ്പറ്റി ഫീക്കട്ടേൻ്റെ തന്നെ പറയുന്നുണ്ട്, ഈ അർജുൻ്റെ വീട്ടിൽ പോയതിൻ്റെ കാര്യം, തനിക്കെതിരെ വരുന്ന കമൻറ്റുകളും, ഞാൻ അത്ര വൃത്തികെട്ടവനാണോ, ഈ കമൻറ്റ് വരുന്ന അദ്ദേഹത്തിന് മാനസികമായിട്ട് വിഷമം കാണും. നമുക്കതൊന്ന് കേൾക്കാം. ഞാൻ എന്ന് പറഞ്ഞ വ്യക്തിക്ക് സോഷ്യൽ മീഡിയയിൽ ആക്റ്റീവ് ആയതുകൊണ്ട് പല പ്രാവശ്യവും എൻ്റെ അഭിപ്രായങ്ങളും എൻ്റെ പേഴ്സ്പെക്റ്റീവും എൻ്റെ തോട്ട്സും ഷെയർ ചെയ്യുന്ന സമയത്ത് ഞാൻ സൈബർ ആക്രമണങ്ങൾ ഇഷ്ടംപോലെ നേരിട്ടിട്ടുണ്ട്. ഓക്കെ, ബിഗ് ബോസ് ആണെങ്കിലും ഇല്ല എൻ്റെ നോർമൽ വീഡിയോസിലാണെന്നുണ്ടെങ്കിലും ഞാൻ വളരെ അധികം സൈബർ ആക്രമണങ്ങൾ നേരിടുന്ന ഒരു വ്യക്തി, ഇപ്പോഴും നേരിട്ട് കൊണ്ടിരിക്കുന്ന ഒരു വ്യക്തിയാണ്. ഓക്കെ, എന്നെ പ്രൊട്ടക്റ്റ് ചെയ്യാൻ ഒരു ജാതിയോ ഒരു മതമോ ഒരു രാഷ്ട്രീയമോ എനിക്കില്ല. ഓക്കെ, അതുകൊണ്ട് തന്നെ എനിക്കറിയാം ഒരാൾ പോലും എന്നെ സപ്പോർട്ട് ചെയ്തിട്ടോ എനിക്ക് വേണ്ടി സംസാരിക്കാനോ അല്ലെങ്കിൽ അവൻ പറഞ്ഞതിൽ അങ്ങനെ വരില്ല, ഭയങ്കര കുറവായിരിക്കും. ഒരാൾ പോലും എന്ന് പറഞ്ഞാൽ, ഞാൻ പറഞ്ഞത് വിസിബിളി കമൻറ്റ് ബോക്സിലൊക്കെ ചിലപ്പോൾ നിങ്ങൾ കാണാം സായി പറഞ്ഞതിൽ പോയിൻ്റ് ഉണ്ട്, ചിലർക്ക് കണക്റ്റ് ആവും ചിലർക്ക് കണക്റ്റ് ആവില്ല. പക്ഷെ ഇതൊന്നും ഓഡിറ്റ് ചെയ്തിട്ടല്ല ഞാൻ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ സാധനം മുന്നോട്ട് കൊണ്ടുപോകുന്നത്. കഴിഞ്ഞ വീഡിയോ ഞാൻ ഇട്ടിട്ടുണ്ടായിരുന്നു, ഞാൻ അതിൽ കൃത്യമായി പറയുന്നുണ്ട്, അർജുൻ്റെ വീട്ടിൽ പോയ സമയത്ത് ഞാൻ കണ്ടതും അവർ അനുഭവിക്കുന്ന ആ ഒരു പെയിൻ മനസ്സിലാക്കിയിട്ടുണ്ടായിരുന്നു ഞാൻ. ഓക്കെ, അതായിരുന്നു ഞാൻ വീഡിയോയിലൂടെ ക്ലിയറായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. മനസ്സിലായോ? ചില സ്ഥലങ്ങളിൽ മനാഫ് സംസാരിക്കുന്ന സമയത്ത് പറയുന്ന കാര്യങ്ങൾ ആ ഫാമിലിക്ക് ഭയങ്കര മോശമായ രീതിയിൽ എഫക്റ്റ് ആവുന്നു. പ്ലീസ് ഡോണ്ട് ഡു ദിസ്. ഇതായിരുന്നു. പിന്നെ ആ ഫാമിലിയുടെ ഒരു സിറ്റുവേഷൻ. അപ്പോൾ പലരും പറയുന്നുണ്ട്, ഇപ്പോൾ കമൻറ്റ് ബോക്സിൽ എന്നോട് പേഴ്സണലി കുറച്ച് പേര് വിളിച്ച് ചോദിച്ചു, സായി വേറൊന്നും കൊണ്ടുമല്ല, സായി ആ വീട്ടിൽ പോകുന്നു, അന്ന് രാത്രി സായി അഭിജിത്തിൻ്റെ കൂടെ നിന്നൊരു വീഡിയോ ഇടുന്നു, ദ വെരി നെക്സ്റ്റ് ഡേ വൈകുന്നേരം അവർ ഒരു പത്രസമ്മേളനം വിളിക്കുന്നു. സായി ആണോ, സായി നാരദനാണോ,
സീക്രട്ട് ഏജൻ്റ് ആണോ മറ്റേ കുത്തിത്തിരിപ്പ്? നിങ്ങൾ എന്താ പറയുന്നത്? നിങ്ങൾക്കൊന്നും എനിക്ക് മനസ്സിലാവുന്നില്ല. ഞാൻ ആരാ? ഞാൻ അത്രയും കൊടും ഭീകരനാണോ? എനിക്കറിയില്ല. എന്നെ പേഴ്സണലി അറിയുന്നവരോട് നിങ്ങൾ ചോദിച്ചു നോക്ക്. ഞാൻ എന്ന് പറഞ്ഞൊരു വ്യക്തിയും എൻ്റെ ക്യാരക്ടറും എൻ്റെ ഒരു ആറ്റിറ്റ്യൂഡും എന്താണെന്നുള്ളത് നിങ്ങൾ എന്നെ ഒന്ന് കോമൺ സെൻസ് വെച്ച് നിങ്ങൾ ചിന്തിക്കുക. വെറും 2-3 മണിക്കൂർ നേരത്തെ പരിചയമാണ് ആ വീട്ടിനകത്ത് അർജുൻ്റെ ഫാമിലിയായിട്ട് എനിക്കുള്ളത്. ഓക്കെ, അവിടെ എനിക്ക് ചെന്നൊരു അഭിപ്രായമോ അല്ലെങ്കിൽ ഒരു കാര്യമോ നമുക്ക് പ്രസൻറ്റ് ചെയ്യുക എന്നുള്ളത് തന്നെ നടക്കാത്തൊരു കാര്യം. അപ്പം ഇതാണ് സംഭവം. ഞാൻ പറഞ്ഞില്ലേ, ഇത് ചില സമയത്ത് നമ്മൾ എന്ത് പറഞ്ഞാലും ആൾക്കാരെ നമുക്ക് ഉൾക്കൊള്ളാൻ ബുദ്ധിമുട്ടാണ്. അത് തന്നെയാണ് ഇപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. സീക്രട്ട് ഏജൻറ്റിനെ സംബന്ധിച്ച് എനിക്ക് തോന്നുന്നു ഈ മനാഫുമായിട്ട് ബന്ധപ്പെട്ട ഏത് വീഡിയോ വന്നാലും, അർജുൻ്റെ കുടുംബത്തെ പറ്റിയുള്ള ഏത് വീഡിയോ വന്നാലും അതിൻ്റെ ഒരു വശത്ത് ഏറിൽ പോകുന്നത് സീക്രട്ട് ഏജൻറ്റ് തന്നെയാണ്. ഇപ്പോഴും ഭൂരിപക്ഷം ആൾക്കാരും വിശ്വസിക്കുന്നു സീക്രട്ട് ഏജൻറ്റ് പോയാണ് അവിടെ ഇവരെ പ്രസ് മീറ്റിങ്ങിന് അറേഞ്ച് ചെയ്തതെന്നൊക്കെ വിശ്വസിക്കുന്നു എന്നുള്ളതാണ്. ആ കാര്യത്തിൽ എനിക്ക് തോന്നുന്നു സീക്രട്ട് ഏജൻറ്റിനെ സംബന്ധിച്ച് അദ്ദേഹം പറയുന്നതാണ് സത്യമെന്ന് തോന്നുന്നു. കാരണം അദ്ദേഹം നിരപരാധിയാണ്. പ്രത്യേകിച്ച് അദ്ദേഹത്തിൻ്റെ വീഡിയോ ഒക്കെ കണ്ട എനിക്ക് തോന്നുന്നത് ഈ 2 മനുഷ്യരെ തമ്മിൽ ഇതുപോലെ മതങ്ങളുടെയുള്ള പ്രശ്നങ്ങൾ, അതുപോലെ 2 വ്യക്തികൾ തമ്മിൽ, 2 കുടുംബക്കാർ തമ്മിലുള്ള പ്രശ്നങ്ങൾ എത്രയും പെട്ടെന്ന് പറഞ്ഞു തീർക്കുന്നതാണ് നല്ലതെന്നാണ് അദ്ദേഹം അഡ്വൈസ് കൊടുക്കാനേ സാധ്യതയുള്ളൂ. കാരണം അദ്ദേഹത്തിൻ്റെ വീഡിയോ എല്ലാം നമുക്ക് അങ്ങനെയാണ് തോന്നുന്നത്. അപ്പോൾ അതൊന്നും മനസ്സിലാവാതെ എല്ലാവരും അദ്ദേഹത്തെ ഏറിക്കയറ്റുന്നു. ഞാൻ പറഞ്ഞില്ലേ, കഷ്ടകാലം വന്നാൽ ഈ മഴ പെയ്താൽ എന്താ പറയുന്നത്, പലരും പറയത്തില്ലേ കഷ്ടകാലമാണെങ്കിൽ മഴ പെയ്താൽ പോലും കല്ലുമഴയാണ് പെയ്യുന്നതെന്ന് പറയുന്ന ഒരവസ്ഥയുണ്ട്. അപ്പം ഈ ചില സമയത്ത് ഇങ്ങനെയാണ്, എന്ത് ചെയ്യാനല്ലേ. അപ്പം ഞാൻ ഇപ്പം മനാഫിനെ വെറുതെ വീഴണം, അർജുൻ്റെ വീട്ടുകാരെയും സൈബർ ആക്രമണം നടത്തരുത്, അവരെയും അവരുടെ വഴിക്ക് വിടുക, മനാഫിനെ അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിടുക, അതുപോലെ തന്നെ ഇപ്പം സീക്രട്ട് ഏജൻറ്റിനെ അദ്ദേഹത്തിൻ്റെ വഴിക്ക് വിടണം. കാരണം ഈ നെഗറ്റീവ് കമൻറ്റുകളൊന്നും കൊണ്ട് പ്രയോജനമില്ല. എല്ലാവരും അദ്ദേഹത്തിൻ്റെ വീഡിയോ കണ്ട് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ എന്തിനാ അദ്ദേഹത്തെ പഠിക്കുന്നത്? കാണാതിരുന്നാൽ പോലെ. ഇപ്പം ഈ നെഗറ്റീവിലൂടെ അദ്ദേഹത്തിൻ്റെ വീഡിയോ പോസിറ്റീവായി മാറുന്നു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പം അങ്ങനെ കാണുക. എല്ലാവരും നമുക്കിഷ്ടപ്പെടുന്ന കാര്യങ്ങൾ മാത്രമേ, ഇപ്പം നിങ്ങൾക്കെല്ലാം ഇഷ്ടപ്പെടുന്ന കാര്യം മാത്രമേ ഞാൻ പറയാൻ പാടുള്ളൂ എന്നുള്ള നിർബന്ധമൊന്നും ഇല്ലല്ലോ. എനിക്ക് തോന്നിയ കാര്യങ്ങളല്ലേ ഞാൻ പറയുന്നത്. അത് ചിലവർ ഇഷ്ടപ്പെടും, ചിലവർ ഇഷ്ടപ്പെടത്തില്ല. ഇഷ്ടപ്പെടാത്തവരെന്നെ ചീത്ത വിളിക്കും, അല്ലാത്തവരെനിക്ക് സപ്പോർട്ട് ചെയ്യും, അത്രയല്ലേ ഉള്ളൂ. അതുകൊണ്ട് നമുക്ക് അദ്ദേഹത്തിൻ്റെ വീഡിയോ പറയുന്നത് ഇഷ്ടമല്ലെങ്കിൽ നമ്മളത് കാണാതിരിക്കുക, അല്ലെങ്കിൽ മിണ്ടാതിരിക്കുക. ചിലവർ കാണുന്നവരുണ്ട്, ചിലവർക്ക് ഉടനെ പ്രതികരിക്കണം. ആ പ്രതികരണം സത്യം പറഞ്ഞാൽ ഇച്ചിരി കടന്നു കൈയാണ്, കഷ്ടമാണ്. അദ്ദേഹത്തിൻ്റെ വീഡിയോയുടെ താഴെ വന്നെല്ലാം കമൻറ്റ് ചെയ്യുക. അതുപോലെ ഈ മനാഫിനെ പറ്റിയും അർജുൻ്റെ വീട്ടുകാരെ പറ്റിയും വരുന്ന വീഡിയോയ്ക്കെല്ലാം താഴെ ചെന്ന് സീക്രട്ട് ഏജൻറ്റിനെയും ഒരു പരിധിവരെ സൈബർ ബുള്ളിങ് ആണ് ചെയ്യുന്നത് എന്നുള്ളത് ഓർക്കുക. ദയവായി എല്ലാവരും ഇതൊക്കെ തന്നെ അവസാനിക്കും. അത് തീരട്ടെ, ആ പ്രശ്നങ്ങളെല്ലാം എത്രയും പെട്ടെന്ന് ഒതുക്കി തീർക്കട്ടെ എന്ന് നമുക്ക് ആഗ്രഹിക്കാം. മറ്റൊരു വീഡിയോയുമായി വീണ്ടും എത്താം. ഓക്കെ, ബൈ.